RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഒരു പരിപാടിയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത്, ഞങ്ങൾക്കൊരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയോട് മമതയൊന്നുമില്ല, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. പക്ഷേ BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇപ്പോൾ ഞങ്ങൾ പിന്തുണ നൽകുന്നത് അവരുടെ ആശയം ഞങ്ങളുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. ദേശീയത, ഹിന്ദുത്വം തുടങ്ങിയ ആശയങ്ങൾ ഇതുമായി മുന്നോട്ട് പോകുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിലാണ് BJPക്ക് പിന്തുണ നൽകുന്നത്. അതിനർത്ഥം നാളെ മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി സമാന ആശയങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ആശയവുമായി ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ ഒരു മടിയുമില്ല എന്നാണ് RSS സർസംഘചാലക് പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവന, വളരെ ക്ലാരിറ്റിയുള്ള ആ ഒരു പ്രസ്താവന ഇപ്പോൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, കെ അണ്ണാമലൈ പുതിയ പാർട്ടിയുമായി തമിഴ്നാട്ടിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആ ഒരു ചർച്ച നിൽക്കുന്നത്. കാരണം അണ്ണാമലൈക്ക് തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിക്കണമെങ്കിൽ എന്തായാലും BJP വിട്ട അണ്ണാമലയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നിലവിൽ രജനീകാന്തുമായി ചേർന്ന് അദ്ദേഹം ഒരു പ്രവർത്തനം നടത്താനുള്ളൊരു സാഹചര്യമാണ് നിൽക്കുന്നത്. കാരണം തമിഴ്നാട്ടിലൊരു വലിയൊരു ഗ്യാപ്പ് എന്തായാലും ഉണ്ട്. കാരണം ദ്രാവിഡ പാർട്ടികൾ ഏതാണ്ട് അവരുടെ അവസാന കാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ADMK സംബന്ധിച്ച് ഇത് കംപ്ലീറ്റ് കറക്റ്റാണ്. കാരണം ആ പാർട്ടി കംപ്ലീറ്റ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. DMK ആണെങ്കിലും ഉദയനിധി സ്റ്റാലിനെ വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കൊരു ഭാവിയില്ല എന്നത് വ്യക്തമാണ്. ഇപ്പം തന്നെ TVK ഒരു കാർബൺ കോപ്പി, ഒരു DMKയുടെ ഒരു കാർബൺ കോപ്പിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ നേതാക്കളുടെ പ്രസ്താവനകൾ, അവരുടെ പല ആശയങ്ങൾ, അവരുടെ പല തീരുമാനങ്ങൾ, വിജയുടെ ചില ആശയങ്ങൾ അല്ലെങ്കിൽ വിജയുടെ ചില പ്രസ്താവനകൾ, തീരുമാനങ്ങൾ, ഇതെല്ലാം ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ണാമലൈ മുന്നിൽ കാണുന്നത് ഒരു വലിയ പാത തന്നെയാണ്. ഒരു കൃത്യമായിട്ടുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അണ്ണാമലൈ എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഫറ്റിക് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. വിജയുടെ ഒരു മുന്നേറ്റം ഏറ്റവും ആദ്യം പ്രവചിച്ച ഒരു മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ ലീഡർ കൂടിയാണ് കെ അണ്ണാമലൈ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. കാരണം ആ രീതിയിൽ ഒരു ഫോർകാസ്റ്റിംഗ് പവറുള്ള, ജനങ്ങളുമായിട്ട് നന്നായിട്ട് അടുത്തിടപഴകാൻ പറ്റുന്ന ഒരു നേതാവാണ്. അപ്പോൾ അണ്ണാമലൈക്ക് ഒരു ദേശീയത, അതായത് തമിഴ് വികാരങ്ങൾ മാനിച്ചുകൊണ്ട്, തമിഴ് വികാരങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് തന്നെ ഒരു ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് അണ്ണാമലൈക്ക് മുമ്പിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നം അതാണ്. കാരണം സുബ്രഹ്മണ്യ ഭാരതിക്കൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു മണ്ണാണ് തമിഴ്നാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴ്നാടിൽ ദേശീയതയ്ക്കൊക്കെ നല്ല സ്വാധീനമുണ്ട്. അല്ലാതെ എല്ലാവരും ദ്രാവിഡ ആശയങ്ങളും ഇത്തരം വിഘടനവാദ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്നവരല്ല. പ്രത്യേകിച്ച് ADMK എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ജയലളിതയുടെ കാലത്തോട് കൂടി, അല്ലെങ്കിൽ ഈ പറയുന്ന MGR പോയതിന് ശേഷം, MGRന്റെ മരണത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ മെല്ലെ അതൊരു സെൻട്രിസ്റ്റ് പാർട്ടിയായിട്ട് മാറി എന്നുള്ള, അല്ലാതെ ഈ DMK പോലെ അതിദ്രാവിഡ ആശയങ്ങളൊന്നും മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല. ഒരു ഹിന്ദുത്വ, സോഫ്റ്റ് ഹിന്ദുത്വ പാർട്ടി, പൂർണ്ണമായിട്ടും ഹിന്ദുത്വം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ പാർട്ടിയായിട്ട് ADMK മാറിയിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ ഈ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ, അതായത് തമിഴ് വികാരങ്ങൾ മാനിച്ചുകൊണ്ട് ഒരു ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. തമിഴ്നാട്ടിലെ TVK മാജിക്കിന് പിന്നിൽ വിജയുടെ കരിസ്മ, സ്റ്റാർഡം, അത് മാത്രമൊന്നുമല്ല, അതൊരു ഫാക്ടറാണ്, മെയിൻ ഫാക്ടർ തന്നെയാണ്. പക്ഷെ അതിലുപരിയായിട്ട് പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് പിന്നിൽ അണിനിരക്കുന്ന വലിയ മാഫിയ, അവരുടെ പണക്കൊഴുപ്പ്. ഇപ്പോൾ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ സപ്പോർട്ട് മുഴുവൻ TVKക്കാണ്. വിജയ് വന്നതോടുകൂടി DMK കൈവിട്ട് ഇവാഞ്ചലിക്കൽ ടീം TVKക്കൊപ്പം അണിനിരന്നിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ സാന്റിയാഗോ മാർട്ടിൻ, ഇപ്പോൾ ആദവ് അർജുന വിജയുടെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രിയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം ആരാണെന്നുള്ളത് നമുക്കറിയാം, സാന്റിയാഗോ മാർട്ടിൻ്റെ മരുമകനാണ്. അതുകൂടാതെ തന്നെ തമിഴ്നാട്ടിൽ നിലവിൽ ധനമന്ത്രിയായിട്ട് നിൽക്കുന്ന വിജയുടെ വിശ്വസ്തൻ എന്ന് പറയുന്നത് മേരി നിൽസൺ ആണ്. മേരി നിൽസൺ ആണെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രമുഖമായുള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അധിപനാണ്. അപ്പോൾ ഇങ്ങനെ വലിയ മാഫിയകൾ അല്ലെങ്കിൽ വലിയ കുത്തകളൊക്കെ വിജയ്ക്കൊപ്പം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അണ്ണാമലൈക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ സപ്പോർട്ട് മാത്രം പോരാ, നന്നായിട്ട് ഗ്രൗണ്ട് വർക്ക് നടത്തേണ്ടതുണ്ട്. ഒരു ലോങ് റണ്ണാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ണാമലൈക്ക് തുടക്കത്തിൽ ഇനീഷ്യലി ക്ലച്ച് പിടിക്കണമെങ്കിൽ, ഒരു മിനിമം സപ്പോർട്ട് നേടണമെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യം ഈ പറയുന്ന ദ്രാവിഡ വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് തമിഴ്നാട്ടിൽ. അപ്പോൾ അവരുടെ പിന്തുണ ആർജിക്കുക എന്നുള്ളതാണ് ADMK അനുഭാവികൾ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം. പ്രത്യേകിച്ച് കൊങ്കുനാടിൽ അദ്ദേഹത്തിന് നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും. അദ്ദേഹത്തിന് ഓൾറെഡി അത്യാവശ്യം നല്ലൊരു ഫോളോയിങ് ഉള്ള മേഖലയാണ്, അണ്ണാമലൈ വരുന്ന മേഖലയാണ്. ഒരു OBC ലീഡറാണ് അണ്ണാമലൈ, ഗൗണ്ടർ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവാണ്. അപ്പോൾ ഈ ഗൗണ്ടർ വിഭാഗത്തിൻ്റെ വോട്ട് വലിയ തോതിൽ ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അതിനൊപ്പം തന്നെ നിലവിൽ BJP അനുഭാവികൾ അല്ലെങ്കിൽ RSSനോട് ചേർന്ന് നിൽക്കുന്ന ഹിന്ദുത്വ അനുഭാവികളായുള്ള ഒരുപാട് പേർ തമിഴ്നാട്ടിലുണ്ട്. അവർ
ഓർഗനൈസ്ഡ് അല്ല, പക്ഷെ അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണ ഇങ്ങോട്ട് കൊണ്ടുവരാനും അണ്ണാമലയ്ക്ക് സാധിക്കും. തുടക്കത്തിലൊരു ബേസ് ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ അടുത്ത ഘട്ടത്തിലേക്ക് അണ്ണാമലയ്ക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പിന്നെ രജനീകാന്തുമായി ചേർന്ന് അദ്ദേഹം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം അദ്ദേഹത്തിന് ലഭിക്കും. പ്രത്യേകിച്ച് രജനീകാന്ത് ഒരു മെൻറ്ററായിട്ട് അണ്ണാമലയെ കാണുമെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ രജനീകാന്തിൻ്റെ ഭാര്യ ഒരു സോഷ്യൽ മീഡിയ മൂവ്മെൻറ്റിന് തുടക്കമിട്ടിട്ടുണ്ട്. അപ്പം അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. കാരണം വിജയ്ക്ക് വിരുദ്ധമായിട്ട് സമാന്തരമായിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. കാരണം തമിഴ്നാട്ടിൽ നിലവിൽ പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ഈ പറയുന്ന 60-70 കാലഘട്ടത്തിലെ ദ്രവിഡിയൻ പൊളിറ്റിക്സുമായി മുന്നോട്ട് പോകില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം അവർക്കിതെല്ലാം മടുത്തു. അവർ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അണ്ണാമല മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അപ്പീലിംഗ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഐക്കൺ എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അപ്പോൾ അബ്ദുൽ കലാമിനെ മുൻനിർത്തി അദ്ദേഹത്തിന് എന്തായാലും ഈ പറയുന്ന വിഘടനവാദ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല. അപ്പോൾ അണ്ണാമലയ്ക്ക് ചിലപ്പോൾ BJP വിമർശിക്കേണ്ടി വരും. ഇപ്പം 3 ലാംഗ്വേജ് പോളിസി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ BJP വിമർശിക്കേണ്ടി വരും. പക്ഷേ അതിനർത്ഥം അദ്ദേഹത്തിന് ഒരിക്കലും ഈ പറയുന്ന ദേശീയതയെ പൂർണ്ണമായും കൈയൊഴിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാനൊരു തമിഴനാണോ അല്ലെങ്കിൽ ഒരു BJPക്കാരനാണോ, ആ ഒരു സന്ദേഹമാണ് എന്നെ ഈ രീതിയിൽ ചിന്തിച്ചെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ BJPയുടെ ടാഗോട് കൂടി തൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കില്ലെന്നാണ് അണ്ണാമലയ്ക്ക് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എമിക്കബിൾ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പാർട്ടി വിട്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അദ്ദേഹം ഇപ്പോഴും പറയുന്നത് നരേന്ദ്രമോദി തൻ്റെ ഏറ്റവും വലിയ ആരാധ്യ പുരുഷന്മാരിൽ ഒരാളാണെന്നാണ്. അതുമാത്രമല്ല അദ്ദേഹം നിതിൻ നബീനെ കണ്ടു, അമിത്ഷായെ കണ്ടു. വളരെ എമിക്കബിളായിട്ട് ഇങ്ങനെയൊരു സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം സാധാരണഗതിയിൽ ഒരാൾ പാർട്ടി വിടുകയാണെങ്കിൽ വിഴുപ്പലക്കൽ 2 ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ്താവനകൾ, പിന്നെ വാദപ്രതിവാദങ്ങൾ, അതൊന്നും ഇല്ലാതെ വളരെ എമിക്കബിളായിട്ട് വളരെ സ്മൂത്തായിട്ട് ഒരു ജെന്റിൽമാൻ പൊളിറ്റിക്സിൻ്റെ എക്സാമ്പിളായിട്ട് അണ്ണാമലെ BJP പോലുള്ളൊരു നാഷണൽ പാർട്ടി വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ അണ്ണാമലയെ സംബന്ധിച്ച് പ്രോസ്പെക്റ്റീവാണ്. പക്ഷേ അദ്ദേഹത്തിന് പിന്നിൽ ഒരു ടീം വേണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. RSS പോലുള്ള സംവിധാനങ്ങളുടെ സപ്പോർട്ടില്ലാതെ അണ്ണാമലയ്ക്ക് ഒരു വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ തമിഴ്നാട്ടിൽ സാധിക്കുമെന്ന് ആരും കാണുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി, അണ്ണാമലയോട് BJP ദേശീയ നേതൃത്വം ഒരു നീതികേട് കാണിച്ചു എന്നുള്ളൊരു അഭിപ്രായം ചില ആളുകളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷെ അതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അണ്ണാമലയ്ക്ക് വലിയ പ്രാധാന്യം, വലിയ സ്വീകാര്യതയാണ് ദേശീയ നേതൃത്വം, BJP ദേശീയ നേതൃത്വം നൽകിയത്. അദ്ദേഹം പാർട്ടിയിൽ വന്ന് ആദ്യം തന്നെ നൽകിയത് വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം. അധികം വൈകാതെ 10 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. അണ്ണാമല നടത്തിയ പദയാത്ര, എൻ മണ്ണ് എൻ മക്കൾ പദയാത്രയ്ക്ക് വലിയ ഒരു പിന്തുണയാണ് BJP ദേശീയ നേതൃത്വം നൽകിയത്. അമിത്ഷാ തന്നെ നേരിട്ട് വന്ന് ആ ഒരു യാത്ര ഉദ്ഘാടനം ചെയ്തു. പിന്നെ അതുകൂടാതെ പല ഇൻ്റർനാഷണൽ ഡെലിഗേഷൻസിലൊക്കെ അംഗമായിരുന്നു അണ്ണാമലെ. പ്രധാനപ്പെട്ട പല ഇത്തരം BJPയുടെ പരിപാടിയിലൊക്കെ ഒരു പ്രധാന വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അണ്ണാമലയെ BJP കണ്ടത്. സ്വാഭാവികമായിട്ടും BJP അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ട് കൊടുത്തു. അദ്ദേഹം നന്നായിട്ട് പണിയെടുത്തു തമിഴ്നാട്ടിൽ. പക്ഷേ എന്തുകൊണ്ടോ അത് പ്രൊഡക്റ്റീവ് റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. 11% വോട്ട് പിടിക്കാൻ BJPക്ക് സാധിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18% വോട്ട് NDA നേടി. അതൊരു വലിയ പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ്. അണ്ണാമലയുടെ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം BJP കേഡർ, അതായത് BJPയുടെ ഒരു കേഡറിനെ താഴെത്തട്ടിൽ വീണ്ടും സജീവമാക്കി ആ ഒരു രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷേ അത് പ്രൊഡക്റ്റീവ് ആയില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും ADMKയും ഒരുമിച്ച് നിൽക്കുകയാണ്. വിജയ് വരുന്നത് മുമ്പുള്ള സാഹചര്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 സീറ്റുകളെങ്കിലും ലോക്സഭയിൽ NDAക്ക് നേടാൻ സാധിക്കുകയായിരുന്നു. അപ്പം അണ്ണാമലയ്ക്ക് വേണ്ടി BJP അത്രയും വലിയ സാക്രിഫൈസ് നടത്തി എന്നുള്ളതും ഒരു വസ്തുതയാണ്. കാരണം അണ്ണാമലയുടെ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാൻ BJP തയ്യാറായി ആ ഒരു ഗാംബ്ലിങ്ങിന് സമ്മതം നൽകിയപ്പോൾ BJPക്ക് ദേശീയ തലത്തിൽ നഷ്ടമായത് 20 ലോക്സഭാ സീറ്റുകളാണ്. അതിൻ്റെ ഒരു ഡാമേജ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം നഷ്ടങ്ങളൊക്കെ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, മറ്റു താല്പര്യങ്ങൾ കൂടി BJPക്ക് മുന്നോട്ട് വെക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് ADMKയുമായി ചേർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ പ്രൊജക്റ്റും സക്സസ് ആവണമെന്നില്ലല്ലോ, ചിലതൊക്കെ ഫെയിലിയർ ആവും എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്തായാലും അണ്ണാമലയും BJPയും 2 ഭാഗത്തേക്ക് താൽക്കാലികമായി പിരിഞ്ഞു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അണ്ണാമലയ്ക്ക് ദേശീയതയ്ക്കൊപ്പം തന്നെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. BJPയിലേക്ക് അദ്ദേഹം അധികം വൈകാതെ വരും. അത് ഏത് രീതിയിലാണ്, ഒരു ഇല എന്നുള്ള രീതിയിലാണോ അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും ഒരു നേതാവായിട്ടാണോ വരിക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും.